ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് ഫാമിലിയിലെല്ലാവരും ചേർന്ന് ശബരിമലയിൽ പോകുന്നു. അപ്പം ഇവിടെ നേമം ഗണപതി കോവിലിൽ കെട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നവർക്കൊക്കെ ഉള്ള ഇതാണ്. അപ്പം അങ്ങനെ ഇവിടെ വന്നതാണ്. നേമം ശിവൻകോവിലിൽ എല്ലാവരും വന്നു. കുറച്ച് പേരൊക്കെ മാല ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഗണപതി കോവിലിൽ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കെട്ട് കാര്യങ്ങളൊക്കെ അധികം പറഞ്ഞ് സമയം കളയാനില്ല. നേരെ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഇതിലിടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. പിന്നെ എല്ലാം എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ഞാൻ, കാരണം ഇപ്പോൾ പുറത്ത് ഞാൻ പോയി കട വരെ പോയി കുറച്ച് വെള്ളം വാങ്ങണമെന്ന് പറഞ്ഞ് അങ്ങനെ കട വരെ പോയി. ശരി, അപ്പം കോവിൽ ദീപാരാധന ടൈമായി. മലയ്ക്ക് മാലയിട്ടവരെ കണ്ടിട്ട് വരാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് വന്ന് മാലയൊക്കെ ഇട്ടത്. ശിവക്ഷേത്രമാണ്, തളിയാതച്ചുപുര ശിവക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. നേമം ശിവൻകോവിലെന്നും അറിയപ്പെടുന്നുണ്ട്. എൻ്റെ കുഞ്ഞുവാവ എല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളുടെ ആദ്യത്തെ മലയാണ് കഞ്ഞിമല, മാളികപ്പുറമാണ്. അപ്പം എല്ലാവരുടെ അനുഗ്രഹവും ഉണ്ടാവണം. ബാക്കിയുള്ളവരൊക്കെ പൂജപ്പുര ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്, അവിടെ നിന്നാണ് ഇട്ടത്. ചെങ്കുളൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് പേര്, അവിടെ നിന്നാണ് ഇട്ടത്. ബാക്കിയുള്ളവരൊക്കെ ഇടാത്തവരാണ് ഇവിടെ വന്നിട്ടത്. പിന്നെ ഗണപതി കോവിലിട്ടവരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ ഗണപതി കോവിലിൽ പോകാം. എല്ലാവരും മാലയൊക്കെ ഇട്ടു. അപ്പോൾ ഇനി അതൊക്കെ ഗണപതി കോവിൽ. അങ്ങനെ ഗണപതി കോവിൽ, നേമം ഗണപതി കോവിലാണ് ശബരിമല കെട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ക്ഷേത്രത്തിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേച്ചിയും കുഞ്ഞമ്മയുണ്ട്. നേമം ഗണപതി കോവിൽ എല്ലാവരും ശബരിമലയ്ക്ക് പോകാനായിട്ട് എല്ലാവരും റെഡിയായി. ശബരിമലയ്ക്ക് പോകാൻ വന്നവരുമുണ്ട്, കാണാൻ വേണ്ടി വന്ന ചേച്ചിയാണത്. കാണാൻ വേണ്ടി വന്നവരുമുണ്ട് ഇവിടെ എല്ലാവരും. ഇതാണ് ഞാൻ പറഞ്ഞ മാളികപ്പുറം. അങ്ങനെ കെട്ട് തുടങ്ങി. ആദ്യം കെട്ടുന്നത് മാളികപ്പുറമാണ്. മാളികപ്പുറം മുതൽ തുടങ്ങി അങ്ങനെ മൊത്തം 15 പേരാണ് കെട്ടിനുള്ളത്. ഇത് എനിക്ക് എല്ലാവരുടെയും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പല പല ആവശ്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇതിൽ കുറച്ച് പേരുടെയൊക്കെ എടുത്തിട്ടുണ്ട്. അവരത് ഞാനിതിൽ ഇടുന്നതാണ്.
ഇരുമുടിക്കെട്ടൊക്കെ റെഡിയായി. അങ്ങനെ മലയ്ക്ക് പോകാൻ റെഡിയാവുന്നു. എൻ്റെ കുഞ്ഞു മാളികപ്പുറത്തിന് അമ്മയെ വിട്ടിട്ട് പോകുന്നതിൻ്റെ സങ്കടമാണ് ഈ കാണുന്നത്. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കൊച്ചു പാവം. അങ്ങനെ ഒരുവിധം റെഡിയാക്കി. അവളെ ചേച്ചി എൻ്റെ അനിയത്തി ഇതവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇരുമുടിക്കെട്ടിന് ദീപാരാധനയൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും മലയ്ക്ക് പോകാനായിട്ട് റെഡിയായി. അങ്ങനെ പതുക്കെ എല്ലാവരും ഇറങ്ങുന്നതാണ് കാണുന്നത്. ആദ്യം മാളികപ്പുറമാണ് ഏറ്റുവാങ്ങിക്കുന്ന ഇരുമുടിക്കെട്ട്. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും ഏറ്റുവാങ്ങിക്കുന്നതാണ്.
എല്ലാവരും കെട്ടൊക്കെ കെട്ടി അങ്ങനെ ശബരിമലയ്ക്ക് പോകുന്നു. അങ്ങനെ വണ്ടിയിൽ ആദ്യമായിട്ട് കയറുന്നത് മാളികപ്പുറമാണ്. അങ്ങനെ പിന്നെ ഓരോരോ ആൾക്കാരായിട്ട് വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞാൻ എല്ലായിടത്തും ടാറ്റയും ബാബയും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ കാണുന്ന വണ്ടിയിലാണ് എല്ലാവരും മലയ്ക്ക് പോകുന്നത്. ഞാൻ 4 ടയറിലും നാരങ്ങ വെച്ചിരുന്നു. ഒരു തുടക്കമല്ലേ, നല്ലൊരു തുടക്കമായിട്ട് നാരങ്ങയിൽ തന്നെ പോകട്ടെ എന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് യാത്രയാക്കി. സ്വാമിമാരെല്ലാവരും ചേർന്ന് ശബരിമലയ്ക്ക് യാത്രയായി. ഈ കാണുന്നവരെല്ലാവരും ശബരിമല കെട്ട് കാണാൻ വേണ്ടി വന്നവരാണ്. എല്ലാം കഴിഞ്ഞ് യാത്രയാക്കി. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞാൻ നേരെ വീട്ടിലോട്ട് പോകണം. ഇനിയിപ്പോൾ ഒരു ഡ്രോപ്പൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ, വീട്ടിലെത്തിയപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം ഓരോ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് എൻ്റെ വണ്ടി, ഇതും നമ്മളെ വണ്ടിയാണ്. പിന്നെ ഈ കാണുന്ന സൈഡിൽ കിടക്കുന്ന അങ്ങറ്റം വരെ വണ്ടിയുണ്ട്. ഇതെല്ലാം ശബരിമലയ്ക്ക് വന്ന എൻ്റെ റിലേറ്റീവ്സിൻ്റെ വണ്ടിയാണ്. എല്ലാവരും മലയ്ക്ക് പോയിരിക്കുന്നു. അപ്പം ഇവിടെ സേഫായിട്ട് കിടക്കാം വീട്ടിൽ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയതാണ്. ഇനിയിപ്പോൾ ഒരു നാളെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഓക്കെ, ഇനിയിപ്പം അധികം പറഞ്ഞ് ഞാൻ സമയമൊന്നും കളയുന്നില്ല. അപ്പം ഗുഡ് നൈറ്റ്, ബൈ ബൈ. നമുക്ക് ഒരു വണ്ടിയും കൂടെ ഉണ്ട്, ഇവൻ കൂടാതെ ഒരാളും കൂടെ ഉണ്ട്. പക്ഷേ ആൾ വേറൊരു സ്ഥലം വരെ പോയിരിക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ 2 വണ്ടിയേ ഉള്ളൂ. ബാക്കി ഈ കാണുന്ന വണ്ടിയൊക്കെയാണ് ഇവിടെയുള്ള ഇപ്പോഴത്തെ എൻ്റെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.